ഇന്ന് 29ാമത്തെ ദിവസമാണ്. നാളെ ഈ സമയം ഇതേ ബലിക്കലിൽ എൻ്റെ തല ഉരുളും. ഇത് തമ്പുരാന്റെ അരയിൽ കെട്ടിയ അരഞ്ഞാണാണ്. കണ്ണും നട്ട് കാത്തിരുന്ന് കടിച്ചു പറിച്ച് കട്ടോണ്ട് വന്നതാ. 300 വർഷം പഴക്കമുള്ളതാ. അപൂർവമായതാണ്. 30 ഇടുപ്പുകളിൽ കെട്ടിയതാ. ആ കാണുന്നില്ലേ പുലിപ്പല്ല്? ഒറ്റ കണ്ണുള്ള പുലിയുടെ പല്ല. അത്രയ്ക്കും വിശേഷമുള്ള സാധന. എത്ര തരും? വെള്ളിയുടെ ആഭരണങ്ങൾക്ക് അത്ര വലിയ വിലയൊന്നുമില്ല. എന്താ 2 ചാക്ക് അരി തരാം. എന്താണോ വലിച്ചു പറിച്ച് മേടിച്ചേ? അരഞ്ഞാണത്തിന്റെ വില നിങ്ങൾക്ക് അറിയില്ല. ഞാൻ വേറെ എവിടെങ്കിലും പോയി വിറ്റോളാം. നല്ലോണം കിട്ടും. എടോ 10 ആടും ചേർത്ത് തരാടോ. നിന്റെ ആടും വേണ്ട, എനിക്കൊരു കുന്തവും വേണ്ട. എടോ മുള്ളമതി 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 വിടാതെ അല്ലയാള് പോട്ടെ. ഇവരുടെ ആടും ആട്ടും കാട്ടും. പോകാന്ന് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വന്നോണ്ടല്ലോ, തിരിഞ്ഞു നോക്കാ. പോടാ പോയിനടാ. ആരടാ അവര്? എന്തായാലും കൃത്യസമയത്താ നീ വന്നത്. അല്ലെങ്കിൽ വെള്ളി ആഭരണം അവര് കൊണ്ടുപോയിട്ടുണ്ടാവും. അതൊന്നുമില്ല. ഞാനേ അത് വെറുതെ പറഞ്ഞത്. അതേ കണ്ട കയ്യിലൊന്നുമില്ല. കണ്ടില്ല, ഒന്നുമില്ലെന്നേ. അതാ പറഞ്ഞില്ല, ഒന്നുമില്ലെന്നേ. അന്ന് രാത്രി ആ സംഭവം നടന്ന ദിവസമില്ലേ? ആ കഴുത്ത് മുറിഞ്ഞ് ചത്തി കിടന്നില്ലേ? അവന്റെ കയ്യിൽ നിന്ന് എടുത്തതാ ഞാൻ. അന്ന് എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പറഞ്ഞത് ഇതെനിക്ക് ആവശ്യമില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. നല്ല ഓർമ്മയുണ്ട്. ഞാൻ പ്രായപൂർത്തിയായ 3-ാം ദിവസം ഒരു പൂവിനെ പോലെ എന്നെ ചവിട്ടി അരച്ചു. ഈ നാശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആളെ ഞാനൊരിക്കലും മറക്കില്ല. ചിന്ന കാവൽക്കാരനായ നീ ഒരു കള്ളനെ പോലെ വന്ന് നിൽക്കുന്ന കിട്ടിയ ശിക്ഷയൊന്നും പോരാന്നുണ്ടോ? എന്താ വേറെ വല്ലതും വേണോ? കാണാതെ പോയതിനെ തേടിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ. എന്തിനാണോ ആ മാത്തൂരനെ പോയി കൊന്നത്? നീ കൊന്നിട്ട് എന്നെ ബലിയാക്കാൻ നോക്കുകയാണോ?
തമ്പുരാനെ, ഇവിടത്തേക്ക് പുത്രഭാഗ്യമില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നില്ലേ? ഇപ്പൊ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. തമ്പുരാട്ടി വയറ്റിലായിരിക്കുകയാണ്. നാടിതുടിപ്പ് പരിശോധിച്ചപ്പോ ആൺകുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ ഉപേക്ഷിക്കണം. എന്തായി പറയുന്നേ? അതിനെ നശിപ്പിക്കണമെന്ന്. തമ്പുരാനെ, പേറ്റച്ചി, നിങ്ങൾ പോയിക്കോളൂ. തമ്പുരാനോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങയുടെ ചെറുവിരൽ പോലും എന്റെ മേൽ പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ ഗർഭമെന്നാണ് ആലോചിക്കുന്നത്? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്നവനെ കൊന്ന് എന്റെ വംശത്തെ നശിപ്പിച്ച് എന്റെ അച്ഛനെയും കൊന്ന് ഇങ്ങോട്ട് പൊക്കിയെടുത്തോണ്ട് വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു? അവരുടെ വംശം നശിപ്പിക്കാനായിരുന്നില്ലേ? നിന്റെ വംശത്തിന് എന്റെ വംശത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചില്ലേ? പക്ഷെ നിനക്ക് ശേഷം നിന്റെ വംശം ഭരിക്കാൻ പോകുന്നത് ഒരടിമയുടെ വംശജനാണ്. ഉള്ളിലുള്ളതൊന്നും വ്യാളിയല്ല, നരിയോ വെരുകോ കാട്ടുപന്നിയോ മറ്റോ. വയറ്റിലൊന്ന് ചെവി വെച്ച് നോക്ക്. അടിയോടെ വെട്ടി നശിപ്പിച്ച് മാത്രമല്ല, വിത്ത് വിതച്ച് നശിപ്പിക്കാം. അമ്പലത്തില് അത്ര വിൽക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്ന് ഒരാള് വന്നിരുന്നില്ലേ തമ്പുരാനെ? മണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മണം. മരത്തിലുള്ള താഴമ്പൂവിന് പോലും അങ്ങനത്തെ ഒരു മണമുണ്ടാവില്ല. അതുപോലെ ഒരു മണം. ആ അത്ര ദേഹം മുഴുവനും പൂശിയ നല്ല മണമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തന്നെയല്ലേ യജമാനിയമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത്? വരൂ, കടന്ന് വരൂ. അന്ന് ചിന്നവേരാമ്പട്ടിയിൽ ആട്ടം കാണാൻ വന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവനെ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്ന് എനിക്കൊരാഗ്രഹം. നീ ചെയ്ത കൊലയ്ക്ക് ഞാനെന്തിനും ബലിയാവണം? വാ, മര്യാദയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് സമ്മതിക്കേ. ആടിനും കോഴിയല്ലേ ബലി കൊടുക്കേണ്ടത്, അല്ലാതൊരു ആനനല്ലോ ബലി കൊടുക്കുക. എന്റെ അരണയിലത്തെ ചരട് കണ്ടതും ഞാൻ നിന്നെ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കഥ കേട്ട് നിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ വിടും? ഞാൻ മൂത്തവരെ, ചിന്ന എവിടെ പോയെന്ന് ആർക്കും അറിയില്ലല്ലോ. വീട്ടിലും കാണുന്നില്ലല്ലോ. അവൻ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടാവും, പോയി നോക്ക്. എല്ലാ വീട്ടിലും അന്വേഷിച്ചു, അവനെ കണ്ടില്ല മൂപ്പരെ. എന്താ നിങ്ങൾ ഈ പറയണേ? എല്ലാ സ്ഥലവും തെരഞ്ഞു നോക്കി, ഇവിടെ എവിടെയില്ല. ഞാൻ ചോദിക്കാം, എവിടെയാണ് നിന്റെ മകൻ? എവിടെ പോയെന്ന് എനിക്കറിയില്ല. രാത്രി പോലും വീട്ടിലേക്ക് എത്തിയില്ല. എവിടെയാണ് നിന്റെ ഭർത്താവ്? ഞങ്ങൾക്ക് അറിയില്ല. ആത്തൂർ നാട്ടുകാരോട് ഞാൻ എന്ത് ഉത്തരവാദി പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല, ഇവിടുന്ന് പോയേ. എവിടെയോ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവൻ. അവൻ എവിടെ
പറയണ്ട, അവ എവിടെ എടുക്കാന്ന് പറ. ഞാൻ ചോദിക്കുന്നില്ലേ? വലിയാളെവിടെ? ഞങ്ങളോട് ക്ഷമിക്കുക മോനെ. ഇന്നലെ വരെ ഉണ്ടായ ഞങ്ങളുടെ ബലിയാട് ചിന്നയെ ഇന്ന് കാലത്ത് മുതൽ കാണുന്നില്ല. ഒരു 2 ദിവസം സമയം തന്ന അവരെ പിടിച്ചോണ്ടൊന്ന് ഏൽപ്പിക്കാൻ മോനെ. നിങ്ങളൊക്കെ ചത്തുപോടാ. അകത്ത് കയറി വെട്ടടാ. കുറഞ്ഞത് 3 തലയെങ്കിലും വേണം എനിക്ക്. നിർത്തിക്ക്. 100 പേരെ ബലി കൊടുക്കുന്നതിന് വേറെ ഒരാളെ ബലി കൊടുക്കാന്ന് സമ്മതിച്ചാലേ ഞങ്ങൾ വേറൊരാളെ തരാമെന്ന്. കൽപ്പിച്ചത് ഒരാള്, ബലിക്ക് വേറെ ആള് തരാന്നാ? അത് കൊള്ളല്ലോ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ എല്ലാ ആണുങ്ങളും ഞങ്ങളുടെ കാലിൽ വീഴുന്ന മാപ്പ് ചോദിക്ക്. വീഴാൻ. അന്നത്തെ മന്ദാരത്തേരെ ആൾക്കാരെല്ലാം മുന്നോട്ട് വാ മക്കളെ. കരിങ്കാല വന്നിരിക്കുന്ന വീരനാണ് ബലിയാകാൻ പോകുന്നത്. വേണ്ട. വേണ്ട. അയ്യോ വേണ്ട. അവൻ ഓടിപ്പോകുന്നവനല്ല, അവൻ ധീരനാ. അവൻ തിരിച്ചു വരും. എത്രയും വലിയ കാവൽക്കാരനവൻ. അവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് അഭിമാനമാണ്. രക്ഷപ്പെടാനാവില്ല. എന്നെ പിടിക്കാൻ പറ്റുമെന്ന് കരുതിയോ? പടച്ച തമ്പുരാനേ, ഈ വെള്ളച്ചാട്ടത്തിന്റെ കൂടെ ഞാനും ഇതാ വരുന്നു. Oh!